പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമുക്കിന്ന് ബൈബിൾ വായനയുടെ 2-ാം ദിവസം ഉൽപ്പത്തി 4, 5, 6 വായിക്കാൻ ശ്രമിക്കാം. അതിനുശേഷം ചെറിയൊരു റിഫ്ലക്ഷൻ, അതായത് നമുക്ക് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി എന്തൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം വായിച്ചപ്പോൾ മനസ്സിലായതും ഫാദർ ഡാനിയലിലൂടെയും മറ്റ് ഒത്തിരി പ്രീസിലൂടെയും വചനപ്രഘോഷകരിലൂടെയും നമുക്ക് മനസ്സിലാക്കി കിട്ടിയ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ചെറിയൊരു റിഫ്ലക്ഷൻ അവസാനം നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധമ്മയുടെ ഹൃദയത്തിൻ്റെ മധ്യസ്ഥയാൽ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ആവസിക്കും. ആമേൻ. നമുക്ക് വചനം വെച്ച് പ്രാർത്ഥിക്കാം. ജ്ഞാനം 9-ാം അധ്യായം 10-ാം വാക്യം. ഈശോയെ, അങ്ങയുടെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ ഞങ്ങളോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കട്ടെ. ആമേൻ. നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ വായനയിൽ പങ്കെടുക്കാം. ഉൽപ്പത്തി 4-ാം അധ്യായം. കായനും ആബേലും. ആദം തൻ്റെ ഭാര്യയായ ഹവ്വയോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ചു, കായനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായേൽ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പ് ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായനെ അത്യധികം കോപിപ്പിച്ചു. അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു, അതിനെ കീഴടക്കണം. ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. കായനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു. കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് വാസമർപ്പിച്ചു. കായൻ്റെ സന്താന പരമ്പര. കായൻ തൻ്റെ ഭാര്യയുമായി ചേർന്നു.
അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു. കായൻ ഒരു നഗരം പണിതു. തൻ്റെ പുത്രനായ ഹെനോക്കിൻ്റെ പേര് അതിന് നൽകി. ഹെനോക്കിന് ഈരാദും ഈരാദിന് മെഹുയായേലും ജനിച്ചു. മെഹുയായേലിന് മെതുശായേലിന് ലാമെക്കും ജനിച്ചു. ലാമെക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദായും സില്ലായും. ആദായുടെ മകനായിരുന്നു യാബാൽ. കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ. അവൻ്റെ സഹോദരൻ്റെ പേര് യൂബാൽ. കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ. സില്ലായ്ക്കും ഒരു പുത്രനുണ്ടായി, തൂബൽ കെയിൻ. ചെമ്പ് പണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നു അവൻ. തൂബൽ കെയിന് നാമ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ലാമെക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായെ, സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമെക്കിൻ്റെ ഭാര്യമാരെ, എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമെക്കിൻ്റെത് 77 ഇരട്ടിയായിരിക്കും. ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്നു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്ന് അവന് പേരിട്ടു. കാരണം കായൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവൻ എന്ന് അവൾ പറഞ്ഞു. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ ഏനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ 5-ാം അധ്യായം വായിക്കാം. ആദം മുതൽ നോഹ വരെ. ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു. ആദത്തിന് 130 വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദത്തിൻ്റെ ജീവിതകാലം 930 വർഷമാണ്. അതിനുശേഷം അവൻ മരിച്ചു. സേത്തിന് 105 വയസ്സായപ്പോൾ ഏനോഷ് എന്നൊരു പുത്രനുണ്ടായി. ഏനോഷിൻ്റെ ജനനത്തിന് ശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. സേത്തിൻ്റെ ജീവിതകാലം 912 വർഷമാണ്. അവനും മരിച്ചു. ഏനോഷിന് 90 വയസ്സായപ്പോൾ കേനൻ എന്ന പുത്രനുണ്ടായി. കേനൻ്റെ ജനനത്തിന് ശേഷം ഏനോഷ് 815 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഏനോഷിൻ്റെ ജീവിതകാലം 905 വർഷമാണ്. അവനും മരിച്ചു. കേനന് 70 വയസ്സായപ്പോൾ മഹലേൽ എന്നൊരു മകനുണ്ടായി. മഹലേലിൻ്റെ ജനനത്തിന് ശേഷം കേനൻ 840 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. കേനൻ്റെ ജീവിതകാലം 910 വർഷമായിരുന്നു. അവനും മരിച്ചു. മഹലേലിന് 65 വയസ്സായപ്പോൾ യാരേദ് എന്ന മകനുണ്ടായി. യാരേദിൻ്റെ ജനനത്തിന് ശേഷം മഹലേൽ 830 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മഹലേലിൻ്റെ ജീവിതകാലം 895 വർഷമായിരുന്നു. അവനും മരിച്ചു. യാരേദിന് 162 വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി. ഹെനോക്കിൻ്റെ ജനനത്തിന് ശേഷം യാരേദ് 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരേദിൻ്റെ ജീവിതകാലം 962 വർഷമായിരുന്നു. അവനും മരിച്ചു. ഹെനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുശലേഹ് എന്ന മകനുണ്ടായി. മെത്തുശലേഹിൻ്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഹെനോക്കിൻ്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. 187 വയസ്സായപ്പോൾ മെത്തുശലേഹ് ലാമേക്കിൻ്റെ പിതാവായി. ലാമേക്കിൻ്റെ ജനനത്തിന് ശേഷം മെത്തുശലേഹ് 782 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മെത്തുശലേഹിൻ്റെ ജീവിതകാലം 969 വർഷമായിരുന്നു. അവനും മരിച്ചു. ലാമേക്കിൻ്റെ 182 വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി. കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ്
അവനെ നോഹ എന്ന് വിളിച്ചു. നോഹയുടെ ജനനത്തിന് ശേഷം ലാമെക്ക് 595 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ലാമെക്കിൻ്റെ ജീവിതകാലം 777 വർഷമായിരുന്നു. അവനും മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായതിനു ശേഷം ഷേം, ഹാം, യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ 6-ാം അധ്യായം വായിക്കാം. ഉൽപ്പത്തി 6. തിന്മ വർദ്ധിക്കുന്നു. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്. അവൻ്റെ ആയുസ് 120 വർഷമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീട് ഭൂമിയിൽ അതികായന്മാർ ഉണ്ടായിരുന്നു. അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാർ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുളി ചെയ്തു, എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കരയറ്റ മനുഷ്യനും. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായി: ഷേം, ഹാം, യാഫത്ത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമി ആകെ ദുഷിച്ചതായിത്തീർന്നു. എങ്ങും അക്രമം നടമാടി. ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി. നോഹയുടെ പെട്ടകം. ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോട് കൂടി അവരെ ഞാൻ നശിപ്പിക്കും. ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. അതിൽ മുറികൾ തിരിക്കുക. അതിൻ്റെ അകത്തും പുറത്തും കീല് തേക്കണം. ഇങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത്. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. മേൽക്കുരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വയ്ക്കണം. താഴെയും മേലെയും നടുവിലുമായി 3 തട്ടായി വേണം പെട്ടകം ഉണ്ടാക്കാൻ. ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു. ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും. ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും. എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിൽ കയറണം. നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും. എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ 2 എണ്ണത്തെയും നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം. എല്ലാ ഇനം പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ 2 എണ്ണം നിന്റെ കൂടെ വരട്ടെ. നിനക്കും അവയ്ക്കും ആഹാരത്തിനു വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വയ്ക്കണം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഇവിടെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലെ അധ്യായം 4 നമ്മൾ കണ്ടു, കായനും ആബേലും സമർപ്പിക്കുന്ന കാഴ്ചകളിൽ ആബേലിൻ്റെ കാഴ്ചകളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ആബേലിൻ്റെ കാഴ്ചയിൽ ദൈവം പ്രസാദിച്ചത്? ഒരാളോട് എന്താണ് അങ്ങനെ പാർഷ്യാലിറ്റി കാണിച്ചതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ കായനോട് എന്തിനാണ് അങ്ങനെ പാർഷ്യാലിറ്റി കാണിച്ചത്? പക്ഷേ ഇവിടെ കായൻ്റെ ദൈവം എല്ലാ മനുഷ്യരുടെയും ഹൃദയം കാണുന്നു. കായന് ആബേലിനോട് ഉള്ള
ഒരു അസൂയ നിമിത്തം, അല്ലെങ്കിൽ കായേൻ്റെ ഒരു സെൽഫ് പ്രൈഡ് കാരണം ആണ് ഈ അസൂയ ഉണ്ടാകുന്നത്. ആ അസൂയയിൽ നിന്ന് ജനിച്ച പ്രതികാരം, അതിൽ നിന്ന് വെറുപ്പ്, പ്രതികാരം, അങ്ങനെ ആണ് അത് കില്ലിങ്ങിലേക്ക്, ആബേലിനെ കൊല്ലുന്ന രീതിയിലേക്ക് അത് വളർന്നു വന്നത്. അപ്പം ഹൃദയം കാണുന്ന ദൈവം കായേൻ്റെ കാഴ്ച സമർപ്പിച്ചപ്പോൾ അതിൽ പ്രസാദിക്കുന്നില്ല. അതായത് വിശുദ്ധിയോടുകൂടി, നമ്മുടെ വിശുദ്ധിയുള്ള ഹൃദയമാണ് ദൈവം നോക്കുന്നത്. നമ്മൾ സമർപ്പിക്കുന്ന കാഴ്ചകൾ, വിശുദ്ധിയോടെ ജീവിക്കുന്നവരുടെ കാഴ്ചകൾ ദൈവം സ്വീകരിക്കുന്നു. പിന്നെ ദൈവം എല്ലാവരെയും, ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് തെറ്റ് ചെയ്യുന്നതും, നമ്മൾക്കിപ്പം നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തവരെയും തെറ്റ് ചെയ്യാത്തവരെയും എല്ലാം നമ്മൾ ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്, പേരൻസ്. അതുപോലെ തന്നെ അതിനേക്കാളും ഉപരിയായി നമ്മുടെ ദൈവം നമ്മൾ തെറ്റ് ചെയ്തെങ്കിലും അവരെ ശപിച്ച് അവർ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കായൻ ഇങ്ങനെ പറയുന്നല്ലോ, ആബേലിൻ്റെ രക്തം നിനക്കെതിരെ നിലവിളിക്കുന്നു എന്ന് ദൈവം പറയുമ്പം കായൻ ഒത്തിരി വിഷമത്തോടു കൂടി ഇനി എല്ലാവരും എന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ഈ ദൈവം പറയുന്നു, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു. അത്രയധികം സ്നേഹനിധിയാണ് നമ്മുടെ ദൈവം. നമ്മൾ എത്ര തെറ്റ് ചെയ്ത് അകന്നു പോയാലും നമ്മൾ ഒരു നിമിഷം ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വളരെ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ദൈവം. പിന്നെ നമ്മൾ വംശാവലി, ആദം മുതൽ നോഹ വരെയുള്ള വംശാവലിയാണ് കാണുന്നത്. അതിൽ ആദം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആദ്യത്തെ മനുഷ്യൻ ആദത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ആദം ദൈവത്തിൻ്റെ മകനാണ്. അങ്ങനെ പിന്നെ ആദത്തിൽ നിന്ന് ഉണ്ടാകുന്ന മകൻ, ആദത്തിൻ്റെ മകൻ സെയ്ത്ത് എന്നുള്ള തലമുറയാണ്. അതായത് ബിക്കോസ് കായനും ആബേലും ഉണ്ടായി, കായൻ ആബേലിനെ കൊന്നു. അങ്ങനെ കായൻ ഒരു വലിയ പാപം ചെയ്തു. പിന്നെ ആദത്തിന് വീണ്ടും 105 വയസ്സായപ്പോൾ, സെയ്ത്ത് എന്നൊരു മകൻ ഉണ്ടാകുന്നുണ്ട് 130 വയസ്സായപ്പോൾ ആദത്തിന്. ആദത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വീണ്ടും നല്ലൊരു വംശാവലി, ആ ഒരു വംശാവലിയിലാണ് അത് തുടർന്ന് വരുമ്പോഴാണ് നമ്മുടെ ഈശോ, രക്ഷകനായ ഈശോ ആ വംശാവലിയിലാണ് ജനിക്കുന്നത്. അത് ദൈവപുത്രന്മാർ എന്നാണ് അവരെ വിളിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ആദം ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകനായ ആദത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സെയ്ത്ത് എന്ന് പേരിട്ടു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. പിന്നെ ഈ വംശാവലിയിൽ ഒരു നല്ലൊരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, ഹെനോക്കിൻ്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. ദൈവം പറയുന്നത് പോലെ, ദൈവം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ച വ്യക്തിയാണ് ഹെനോക്ക്. ഹെനോക്കിൻ്റെ മകനാണ് മെത്തുശലഹ്. അപ്പോൾ ഹെനോക്കിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. ഹെനോക്കിനെ ദൈവം എടുത്തു. അത്ര വിശുദ്ധിയോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് ഹെനോക്കിനെ മരണത്തിന് ഹെനോക്കിനെ വിട്ടുകൊടുത്തില്ല ദൈവം അവനെ എടുത്തു. പിന്നെ ഭൂമിയിലെങ്ങും പാപം വർദ്ധിച്ചു വരുന്നു. അതായത് ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യപുത്രിമാരും ഇടപഴകുന്നു.
അതായത് ദൈവപുത്രന്മാർ എന്ന് വിളിക്കുന്ന സെയ്ത്തിൻ്റെ വംശപരമ്പരയിലുള്ളവരും മറ്റ് കായൻ്റെ വംശപരമ്പരയിലുള്ള പുത്രിമാരും കൂടി അവർ ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ ഭാര്യമാരായി സ്വീകരിച്ച് അങ്ങനെ അവരുടെ ആ കൾച്ചർ ഇടകലരുന്നു. പിന്നെ നമ്മൾ ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ലാമെക്കിന് 182 വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി. കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു. അതായത് കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ നിന്ന് നോഹ എന്ന ഈ മകൻ ആശ്വാസം നേടിത്തരും എന്നർത്ഥമുള്ള നോഹ എന്ന പേരിട്ടു. നോഹയുടെ കാലത്താണ് നോഹ ദൈവത്തിൻ്റെ പ്രീതിയിൽ ജീവിച്ചു. അങ്ങനെ നോഹയും നോഹയുടെ കുടുംബവും പിന്നെ ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഓരോരോ പേർ ആയിട്ട് ദൈവം രക്ഷിച്ചിട്ട് ബാക്കി എല്ലാം ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ എല്ലാം നാമാവശേഷമാണെന്നാണ് കാണുന്നത്. ദൈവം അങ്ങനെ ഭൂമിയിലെ പാപം വർദ്ധിച്ചു വരുന്നതോടുകൂടി അങ്ങനെ ഒരു ശിക്ഷ ദൈവം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും നൽകുകയാണ്. നോഹയും നോഹയുടെ കുടുംബവും ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഓരോ പേര് ഒഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങളും ഭൂമി മുഴുവനും വെള്ളപ്പൊക്കത്തിൽ നശിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് പ്രീതിയായിട്ട് ജീവിക്കുന്നവരെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ച് അവരെ നിലനിർത്തുന്നതാണ് നമ്മൾ ഈ നോഹയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ വലിയ കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് വായിക്കാൻ ദൈവം അനുവദിച്ചു. അതിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വായിക്കാൻ ദൈവം അനുവദിക്കുന്ന പോലെ ചെയ്യാം. ഉൽപ്പത്തി 7, 8, 9 അധ്യായങ്ങൾ 3 അധ്യായങ്ങൾ നമുക്ക് വായിച്ചു പോകാൻ ശ്രമിക്കാം. ഈശോയുടെ കൃപയാൽ ആശ്രയിച്ചുകൊണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.